നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ പ്രവീണ എലിസബത്ത് ജോസഫ്, ലൂർദ് ഹോസ്പിറ്റൽ എറണാകുളത്തെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റാണ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകളും ആരോഗ്യവും 30 വയസ്സിന് ശേഷം. ആരോഗ്യം എന്നാൽ പ്രത്യേകിച്ച് നല്ല ആരോഗ്യം ഒരു സമ്പത്താണ് എല്ലാവരുടെയും. എന്നാൽ ഒരു കുടുംബത്തിലെ സ്ത്രീകളുടെ നല്ല ആരോഗ്യം കുടുംബത്തിൻ്റെ തന്നെ സമ്പത്താണ്. അപ്പോൾ 30 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത്. ആദ്യമായി 30 വയസ്സിന് ശേഷം നമ്മൾ ഒരു ആരോഗ്യപരമായിട്ടുള്ള തൂക്കം, ശരീര തൂക്കം മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് പലരും 30 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഫാമിലി കംപ്ലീറ്റഡ് ആയിരിക്കും. 1-2 പ്രസവങ്ങൾക്ക് ശേഷം അമിതമായിട്ടുള്ള ശരീരഭാരം ഉണ്ടായിരിക്കും. പലപ്പോഴും നമുക്ക് നമ്മുടെ തന്നെ ശരീരവും ആരോഗ്യവും ശ്രദ്ധിക്കാൻ കഴിയില്ല, കുടുംബത്തിലെയും കുട്ടികളുടെയും തിരക്ക് കാരണം. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ബോഡി മാസ് ഇൻഡെക്സ്, നമ്മുടെ ശരീരത്തിലെ തൂക്കവും നമ്മുടെ ഹൈറ്റും കൂടെ ഉള്ള ഒരു റേഷ്യോ, അത് കിലോഗ്രാം പെർ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ, അതെടുക്കുമ്പോൾ 24-ന് താഴെയാണ് ഹെൽത്തി വെയ്റ്റ്. അപ്പോൾ 24-നും 30-നും ഇടയ്ക്ക് നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് പറയും. അപ്പോൾ ബോഡി മാസ് ഇൻഡെക്സ് 30 കഴിഞ്ഞെങ്കിൽ ശരീരം അമിതവണ്ണം, അമിതഭാരമാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ ആഹാര രീതികളിൽ കൊഴുപ്പും നെയ്യും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കുറയ്ക്കുക. വെൽ ബാലൻസ്ഡ് ഡയറ്റ്, ധാരാളം വെജിറ്റബിൾസും ഫ്രൂട്ട്സും പഴവർഗ്ഗങ്ങളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. ഇപ്പം ഡീപ്പ് ഫ്രൈ ചെയ്ത ആഹാരങ്ങൾ, പ്രോസസ്ഡ് ഫുഡ്, ജങ്ക് ഫുഡ്, അതിൻ്റെ അളവ് കുറയ്ക്കുക. വ്യായാമക്രമങ്ങൾ, അതായത് ഒരാഴ്ചയിൽ 7 ദിവസത്തിൽ 5 ദിവസമെങ്കിലും നമ്മളൊരു അരമണിക്കൂർ നടക്കുക, ജോഗിങ് പറ്റുമെങ്കിൽ ചെയ്യുക, സ്വിമ്മിങ് ഓർ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റിയിൽ ഏർപ്പെടുക. അതായത് ഒരാഴ്ചയിൽ 5 ദിവസമെങ്കിലും അരമണിക്കൂർ ആക്റ്റീവ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഈ 30കളിൽ എനിക്ക് പറയാനുള്ളത് റീപ്രൊഡക്റ്റീവ് ഇഷ്യൂസ്. അതായത് പലരുടെയും ഫാമിലി ചിലപ്പോൾ കംപ്ലീറ്റഡ് ആയിരിക്കില്ല, ഒരു കുട്ടി ഉണ്ടാവും, ചിലപ്പോൾ ഫാമിലി തന്നെ സ്റ്റാർട്ട് ചെയ്ത് കാണില്ല. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? 30 വയസ്സിന് മേലെ ആയാൽ ബോത്ത് ദ കപ്പിൾസ് സാധാരണ പോലെയല്ല, ചിലപ്പോൾ ഒരു വന്ധ്യതയുടെ ഇഷ്യൂ വരാം, ചിലപ്പോൾ ഒരു അണ്ടോൽപാദനം ക്രമമായിട്ട് നടക്കണമെന്നില്ല, ചിലപ്പോൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 30 വയസ്സിന് ശേഷം നമ്മളൊരു ഫാമിലി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത് രക്തമൊക്കെ ടെസ്റ്റ് ചെയ്ത് ഫുൾ ബോഡി ഒന്ന് ചെക്ക് ചെയ്ത് എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ്, അതായത് ഷുഗറോ ഹൈ ബ്ലഡ് പ്രഷറോ വേറെ എന്തെങ്കിലും, ചെറുപ്പത്തിൽ പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടോ, ആർത്തവം ക്രമക്കേടുകൾ നേരത്തെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ശരിയാക്കി, ഹസ്ബൻഡിൻ്റെ ആണെങ്കിലും രക്ത ടെസ്റ്റുകളും കൗണ്ടും എല്ലാം നോക്കി പ്ലാൻ ചെയ്ത് വിറ്റമിൻസ് എല്ലാം എടുത്ത് പ്ലാൻ ചെയ്ത് ഒരു പ്രഗ്നൻസിക്ക് പോകുന്നതായിരിക്കും വളരെ ഐഡിയൽ. മൂന്നാമതായിട്ട് പറയാനുള്ളത് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം. 30s ആവുമ്പം നമ്മൾ ഭയങ്കര ബിസിയായി ഫാമിലി ലൈഫിലും വർക്ക് ലൈഫിലും കരിയറിലും, അപ്പോൾ വളരെയധികം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാവാം. അതിന് ഏറ്റവും മുഖ്യമായിട്ട് വേണ്ടത് റിലാക്സേഷൻ എക്സസൈസസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിസിക്കൽ എക്സസൈസിൻ്റെ കൂടെ ആഴ്ചയിൽ 1-2 ദിവസം മെഡിറ്റേഷൻ ഓർ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഓർ ഇൻവോൾവ് യുവർ സെൽഫ് ഇൻ സംതിങ് ദാറ്റ് ഗിവ്സ് യു ഹാപ്പിനെസ്, ദാറ്റ് ഈസ് നമ്മുടെ ഹോബീസ് ഓർ ഫ്രണ്ട്സുമായിട്ട് കീപ്പ് ഇൻ ടച്ച്, സം അതർ റിലാക്സേഷൻ ഷുഡ് ബി ദെയർ. ദെൻ ടെസ്റ്റുകളുടെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുവാണെങ്കിൽ പാപ്സ്മിയർ എന്ന് പറഞ്ഞ ഗർഭപാത്രത്തിൻ്റെ വാമുഖത്തിലുള്ള ഏർലി ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്. അത് 21 വയസ്സ് മുതൽ ആരംഭിക്കേണ്ടതാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ 30 വയസ്സിന് ശേഷം ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാപ്പ് ടെസ്റ്റിൻ്റെ കൂടെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറഞ്ഞ്
ആ HPV എന്ന് പറഞ്ഞ ടെസ്റ്റും കൂടെ രണ്ടും കൂടെ ഒന്നിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തെന്നാൽ HPV ഒരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസാണ്. ആ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മളത് അറിയില്ല. ആ വൈറസിൻ്റെ പ്രസൻസിൽ നമുക്ക് ഗർഭപാത്രത്തിൻ്റെ വാമുഖത്തുണ്ടാകുന്ന ക്യാൻസറിൻ്റെ ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ പാപ്സ്മിയർ പ്ലസ് HPV ടെസ്റ്റിംഗ് തീർച്ചയായിട്ടും 30s ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ചെയ്യേണ്ടതാണ്. രണ്ടാമത് ബ്രസ്റ്റിൻ്റെ സ്ക്രീനിങ് സെൽഫ് എക്സാമിനേഷൻ മതിയാവും 30s. പക്ഷേ ഫാമിലി ഹിസ്റ്ററി, അതായത് നമ്മുടെ കുടുംബത്തിൽ സ്ത്രീകൾ ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ഓർ തേർഡ് ജനറേഷൻ, അമ്മ, ആൻറ്റി, ഗ്രാൻഡ് മദർ, അങ്ങനെ ആർക്കെങ്കിലും നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ രക്തബന്ധുക്കൾക്ക് ക്യാൻസർ ബ്രസ്റ്റ് ഉണ്ടെന്നുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഈ സെൽഫ് എക്സാമിനേഷൻ മാത്രം പോരാ, ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണം. അതുകൂടാതെ ബ്രസ്റ്റിൻ്റെ സ്കാനിങ് ഓർ മാമോഗ്രഫിയും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഈ ഹിസ്റ്ററി ഒന്നും ഇല്ലെങ്കിൽ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ അതെന്നാണ് ചെയ്യേണ്ടത്? മെൻസസ് ആകാറാവുമ്പോൾ ബ്രസ്റ്റിൽ തീർച്ചയായിട്ടും നീർക്കെട്ടുണ്ടാവും. സോ മെൻസസിന് ശേഷം ഒരു 10 ദിവസത്തിന് ശേഷം എല്ലാ മാസവും ഐഡിയലി 10th day ആഫ്റ്റർ മെൻസ്ട്രൽ സൈക്കിൾസ് ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുന്നത് ഇവിടെ നമുക്ക് മുഴകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ബ്രസ്റ്റ് നോക്കുമ്പോൾ ഉള്ളം വിരലുകൊണ്ട് വാരിയെല്ലിലോട്ട് അമർത്തി കൈ തലയുടെ പുറകിലോട്ട് വെച്ച് വേണം ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യാൻ. കക്ഷത്തും കഴലുകളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ബ്രസ്റ്റിൻ്റെ മേളിലെ സ്കിന്നിൽ എന്തെങ്കിലും ഓറഞ്ച് സ്കിൻ പോലെ പക്കറി ഉള്ളിലോട്ട് വലിഞ്ഞിട്ടുണ്ടെങ്കിലോ നിപ്പിളിൽ നിന്ന് അബ്നോർമൽ സെക്രീഷൻസ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അത് ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് അത് വെരിഫൈ ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ 30കളിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു. ഹെൽത്തി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഫാമിലി എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അഡ്വൈസ് എടുക്കണം. ദെൻ സ്ക്രീനിങ്, ക്യാൻസർ സ്ക്രീനിങ് ടെസ്റ്റായ പാപ്പ് ടെസ്റ്റ്, പിന്നെ ബ്രസ്റ്റിൻ്റെ സെൽഫ് എക്സാമിനേഷൻ. മൂന്നാമതൊരു കാര്യം കൂടെ പറയട്ടെ, ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ അപ്രോച്ച് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് വെരിഫൈ ചെയ്യണം. അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ, അതോ നിസ്സാര ചില മരുന്നുകളോ ആഹാര രീതികളോ എക്സസൈസും കൊണ്ട് മാറ്റാവുന്നതാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് 40കളിലോട്ട് കടക്കാം. 40siലാവുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്യാൻസർ സ്ക്രീനിങ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. സോ ബ്രസ്റ്റിൻ്റെ സ്ക്രീനിങ് നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് എക്സാമിനേഷൻ മാത്രം പോരാ, ഡോക്ടറിനെ കണ്ട് ക്ലിനിക്കൽ എക്സാമിനേഷൻ, അൾട്രാസൗണ്ട് ആൻഡ് മാമോഗ്രഫി ഓഫ് ദ ബ്രസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യണം. രണ്ടാമത് എല്ലിൻ്റെ ശോഷണക്കുറവ്, അത് 30 കഴിയുമ്പോൾ എല്ലിൻ്റെ ശോഷണക്കുറവ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ 40s കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതെങ്ങനെയാണ്? നമ്മൾ എല്ലിൻ്റെ ഈ ശോഷണം, കാൽഷ്യം കുറഞ്ഞു വരുന്നത്, അളവ് കുറഞ്ഞു വരുന്നത് എങ്ങനെയാണ് നമ്മളത് ഒരു പരിധി വരെ തടയാൻ പറ്റുന്നത്? ത്രൂ എക്സസൈസ്. സോ ഫിസിക്കൽ എക്സസൈസ്, വാക്കിംഗ്, ജോഗിങ്, സ്വിമ്മിങ് ഓർ എനി സ്പോർട്സ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊന്നും അറിഞ്ഞുണ്ടെങ്കിൽ സിമ്പിൾ വാക്കിംഗ് ഈസ് ഗുഡ് ഇനഫ്. സോ ഒരു 30 മിനിറ്റ് ദൈർഘ്യത്തിൽ ഓർ 45 മിനിറ്റ് ദൈർഘ്യത്തിൽ ആഴ്ചയിൽ 5 ദിവസം നമുക്ക് നടക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ്. സോ അതുകൊണ്ട് ബോൺസിൻ്റെ ആ ഹെൽത്തി ബോൺസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. അതിൻ്റെ കൂടെ കാൽഷ്യം റിച്ച് ഡയറ്റ്, ദാറ്റ് ഈസ് നോൺ വെജ് ആണെങ്കിൽ ഫിഷ്, ചെറിയ മത്സ്യങ്ങൾ മുള്ളോടുകൂടി കഴിക്കുന്നത് ഇസ് റിച്ച് ഇൻ കാൽഷ്യം. അതേപോലെ സർട്ടൻ ഫ്രൂട്ട്സ് ലൈക്ക് ഈ കസ്റ്റർഡ് ആപ്പിൾ ഒക്കെ റിച്ച് ഇൻ കാൽഷ്യമാണ്. അപ്പം ഡയറി പ്രോഡക്ട്സും റിച്ച് ആണ്. പക്ഷേ നമുക്ക് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് കണ്ടമാനം ഡയറി പ്രോഡക്ട്സ് എടുത്താൽ എഗെയിൻ യു ആർ ഗോയിങ് ടു ഗെയിൻ വെയ്റ്റ്. സോ സ്കിംഡ് മിൽക്ക് ഓർ പാല് പാട മാറ്റിയെടുക്കാം. എഗ് 1 or 2 eggs a week is also healthy. സോ നമ്മൾ 40s ക്യാൻസർ സ്ക്രീനിങ് കാര്യം പറഞ്ഞു. പാപ്പ് ടെസ്റ്റ് ആൻഡ് HPV ചെയ്യണം. ബ്രസ്റ്റിൻ്റെ ഇത് നോക്കണം. ഡോക്ടറിനെ കണ്ട് ഒരു ചെക്കപ്പ് ഇസ് എ മസ്റ്റ്, എസ്പെഷ്യലി 40s ആസ് യു ആർ നിയറിങ് 45. 45 അടുക്കുമ്പോൾ പെരി മെനോപോസായി. മെനോപോസ് 50 years പ്ലസ് ആണ്. അപ്പോൾ അതിന് 5 വർഷം മുമ്പ് പെരി മെനോപോസൽ ചേഞ്ചസ് ആയി. ആർത്തവ ക്രമക്കേടുകൾ, ബോഡിയുടെ ഊഷ്മാവ് കൂടുക, ചെറിയ ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് ദേഷ്യപ്പെടുക, അങ്ങനെ ഒരു വെജൈനൽ ഡ്രൈനെസ്, അതേപോലെ ചെറിയ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. സോ 45 അടുക്കും തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് ഒരു ജനറൽ ഫിസിക്കൽ എക്സാമിനേഷൻ, ഒരു ചെക്കപ്പ് പൂർണ്ണമായിട്ടും നടത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ,
40കളിൽ അണ്ഡാശയത്തിൻ്റെ ആരോഗ്യം നോക്കുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ഡാശയം എന്ന് പറഞ്ഞാൽ യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ അടുത്ത് അതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള അവയവമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവയവമാണ് അണ്ഡാശയം. അണ്ഡാശയത്തിൽ നിന്നുള്ള അണ്ഡോൽപാദനം കാരണം ഗർഭം ധരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ത്രീകളുടെ ശരീരത്തിന് വേണ്ട ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം അണ്ഡാശയത്തിൽ നിന്ന് ഉണ്ടാവുന്നു. 40കളിൽ അണ്ഡാശയത്തിൽ എന്തെങ്കിലും സിസ്റ്റോ അതിൽ വേറെ സിസ്റ്റുകളിൽ അപകടകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും അറിയത്തില്ല. അണ്ഡാശയം ഒരു ചെറിയ അവയവമാണ്, വയറ് നല്ല വിസ്തീർണമുള്ള സ്ഥലവും. സോ അതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. എപ്പോഴും വയറ് വീർത്തിരിക്കുക, ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വയറ് നിറഞ്ഞു പോലെ ഇരിക്കുക, ക്രമം തെറ്റിയുള്ള ആർത്തവം, ഇടയ്ക്കിടയ്ക്ക് ഒരു മെൻസസിൻ്റെ ബ്ലീഡിങ് നിന്നാലും ഒരു 10-15 ദിവസം കഴിഞ്ഞ് വീണ്ടും പീരിയഡ്സ് വരിക, ഇങ്ങനത്തെ രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഗ്യാസാണെന്ന് പറഞ്ഞ് ഇരിക്കരുത്. ഒരു ചെക്കപ്പിന് തീർച്ചയായിട്ടും പോകണം. നേരത്തെ ബ്രസ്റ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഫാമിലി ഹിസ്റ്ററി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫാമിലി ക്യാൻസർ സിൻഡ്രോമിൽ വരുന്നതാണ് അണ്ഡാശയ ക്യാൻസർ. സോ കുടുംബത്തിൽ സ്ത്രീകൾക്ക് അണ്ഡാശയത്തിൽ പാരമ്പര്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ വളരെ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്യണം. അതിൻ്റെ ബർക്ക 1 and 2 എന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ റിസ്ക് ക്രമീകരിക്കാൻ പറ്റും. 45 കഴിഞ്ഞ് അണ്ഡാശയം വേണമെങ്കിൽ നീക്കാനും പറ്റും ഈ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി. ഇതൊക്കെയാണ്. അതേപോലെ തന്നെ ആർത്തവ ക്രമക്കേടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 45 ഇയേഴ്സ് കഴിഞ്ഞാൽ ആർത്തവ ക്രമക്കേടുകൾ, അമിതമായ രക്തസ്രാവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ മീറ്റ് ചെയ്യുക. സ്കാൻ ചെയ്ത് യൂട്രസിൻ്റെ ആരോഗ്യം നോക്കുക. അപ്പോൾ ഡോക്ടർ പറയുകയാണ് യൂട്രസിൻ്റെ ഉള്ളിലത്തെ പാടയ്ക്ക് കട്ടി കൂടുതലാണ്, ബയോപ്സി വേണമെങ്കിൽ. അതിനൊന്നും ആലോചിക്കാനില്ല, ബയോപ്സി എടുത്ത് നമ്മൾ നോക്കണം. അതിലെന്തെങ്കിലും അപകടകരമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗർഭപാത്രം നീക്കം ചെയ്യാൻ തന്നെ ഡോക്ടർ പറയും. പക്ഷേ ആധുനിക ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഗർഭപാത്രം സർജറി അല്ലാതെ തന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, വളരെ നല്ല മരുന്നുകളും ഉണ്ട് രക്തസ്രാവം കൺട്രോൾ ചെയ്യാൻ. ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഉപകരണങ്ങളുണ്ട് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതിനെല്ലാം ഓരോ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഗർഭപാത്രത്തിൽ വളരെ വലിപ്പമുള്ള മുഴയോ അപകടകരമായിട്ടുള്ള പാടയുടെ വളർച്ചയായിരിക്കും ബയോപ്സിയിൽ. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇല്ല, ശസ്ത്രക്രിയ മുഖേന യൂട്രസ് തന്നെ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിലോട്ട് തന്നെ പോകേണ്ടി വരും. സോ 40s ശ്രദ്ധിക്കട്ടെ. എഗെയിൻ മെയിൻറ്റെയിൻ ഹെൽത്തി വെയ്റ്റ്. അതേപോലെ തന്നെ ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണം. ഡോക്ടറിൻ്റെ അടുത്ത് ചെന്ന് ഒരു ചെക്കപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യം, അണ്ഡാശയത്തിൻ്റെ ആരോഗ്യം, ബ്രസ്റ്റിൻ്റെ സ്ക്രീനിങ് എഗെയിൻ ഇമ്പോർട്ടൻറ്റ്. ഇതുവരെ 40s വരെ പാപ്പ് ടെസ്റ്റ് എടുത്തിട്ടില്ലെങ്കിൽ പാപ്പ് ടെസ്റ്റ് തീർച്ചയായിട്ടും എടുക്കണം. അതിൻ്റെ കൂടെ മെനോപോസ് അടുക്കാറായി, സോ ബ്ലഡ് ടെസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളസ്ട്രോൾ യു മസ്റ്റ് സ്റ്റാർട്ട് ചെക്കിങ്. സോ 50s അടുക്കാറാവുമ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ <100 വരണം. ലിപ്പിഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവ് 200 താഴെ. ലോ ഡെൻസിറ്റി LDL എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ <100, ട്രൈഗ്ലിസറൈഡ് <150. അതേപോലെ ഗുഡ് കൊളസ്ട്രോൾ HDL ഷുഡ് ബി മോർ ദാൻ 40. ഇതെല്ലാം ശ്രദ്ധിക്കണം. അതുപോലെ നമുക്ക് അമിത തൂക്കമുണ്ട്, ബോഡി മാസ് ഇൻഡെക്സ് മോർ ദാൻ 30 ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് അമിത ഭാരമാണെന്നാണ് ലക്ഷണം കാണിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വേസ്റ്റിൻ്റെ ഡയമീറ്റർ മോർ ദാൻ 88 സെൻറ്റിമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ജീവിതശൈലികൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എല്ലിൻ്റെ ശോഷണം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു 30കളിൽ തന്നെ. സോ അത് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. ആ ശോഷണം എങ്ങനെയാണ് തടയാൻ പറ്റുന്നത്? മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസ്, വെയ്റ്റ് ബെയറിങ് എക്സസൈസസ് അറ്റ്ലീസ്റ്റ് 3 times a week ചെയ്യേണ്ടി വരും. അതിൻ്റെ കൂടെ വാക്കിംഗ് ആൻഡ് ഹെൽത്തി ഡയറ്റ്. കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കുന്നവരുണ്ട്, എടുക്കാത്തവരുമുണ്ട്. ആൻഡ് വെൻ യു ഗോ ഫോർ വാക്ക്, വെയിലത്ത് നടക്കാൻ നോക്കുക. 10 മണിക്ക് ശേഷമുള്ള വെയിൽ കൊണ്ട് നടക്കാൻ നോക്കുക ഇടയ്ക്കെങ്കിലും. ഇനി നമുക്ക് 50കളിലോട്ട് കടക്കാം. 50 ആവുമ്പോൾ മെനോപോസ്, ആർത്തവ വിരാമം. ആർത്തവ വിരാമത്തിന് ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 50-52 ഇയേഴ്സ് ആണ്. സോ ആർത്തവ വിരാമം
പൂർണ്ണമാകുന്നതിൻ്റെ മുമ്പേ തന്നെ ക്രമക്കേടുകൾ തുടങ്ങും. ഒരു 3-4 മാസം പീരിയഡ്സ് വരാതിരിക്കുക, പിന്നെ ഇടയ്ക്ക് വരിക. അപ്പോൾ എന്താണ് ആർത്തവ വിരാമം? ഒരു 50 അടുക്കുമ്പോൾ ആർത്തവം 1 വർഷം വരാതിരുന്നാൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്ത് ചെക്കപ്പ് നടത്തുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ സമയം ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് രക്തത്തിലെ ഹോർമോൺ ടെസ്റ്റും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും, ഓക്കെ ഇത് ആർത്തവ വിരാമമാണ്, അല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല, ക്രമം തെറ്റിയുള്ള ആർത്തവമല്ല എന്നുള്ളത്. സോ ആർത്തവ വിരാമത്തിന് ശേഷം 50-ന് ശേഷം ശ്രദ്ധിക്കേണ്ട, എഗെയിൻ മെയിൻറ്റെയിൻ ഹെൽത്തി വെയ്റ്റ്, ശരീര തൂക്കം വളരെ ഹെൽത്തി ആയിട്ട് ക്രമാതീതമായിട്ട് വർദ്ധിക്കാതെ ശ്രദ്ധിക്കുക. ബോൺ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ആൻഡ് ക്യാൻസർ സ്ക്രീനിങ്, എഗെയിൻ ഡോക്ടറിനെ കണ്ട് ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യണം, പാപ്പ് ടെസ്റ്റ് ചെയ്യണം, അണ്ഡാശയത്തിൻ്റെ ആരോഗ്യം, യൂട്രസിൻ്റെ ആരോഗ്യം നോക്കണം. പാപ്പ് ടെസ്റ്റ് ആർത്തവ വിരാമത്തിന് ശേഷം ഒരു 3 പാപ്പ് ടെസ്റ്റ് ക്രമാതീതമായിട്ട് നോർമൽ ആണെങ്കിൽ ഒരു 65 വയസ്സിന് ശേഷം പാപ്പ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 65 വയസ്സിന് ശേഷം 5 വർഷത്തിന് മുമ്പേ 3 പാപ്പ് ടെസ്റ്റ് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഫോളോ അപ്പ് ആവശ്യമില്ല. പക്ഷേ അതുവരെയും ആർത്തവ വിരാമത്തിന് ശേഷം once in 5 years എങ്കിലും പാപ്പ് ടെസ്റ്റ് ചെയ്തിരിക്കണം. അതുകൂടാതെ എക്സസൈസും റിലാക്സേഷൻ, എഗെയിൻ ആർത്തവ വിരാമത്തിന് ശേഷം ഹോർമോണിൻ്റെ അഭാവം കാരണം നമ്മുടെ സ്വഭാവത്തിൽ ഇറിറ്റബിലിറ്റി, സ്ട്രെസ്, ഉറക്കം ശരിക്ക് കിട്ടുന്നില്ല, ഒരു വല്ലായ്മയൊക്കെ അനുഭവപ്പെടാം. അത് നമ്മൾ ഹെൽത്തി ഹാപ്പി ലൈഫ് സ്റ്റൈലിൽ, അതായത് നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള കൂട്ടായ്മയായിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും ഹോബീസിൽ ഏർപ്പെട്ടിരിക്കാം. 50s ആകുമ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇൻഡിപെൻഡൻ്റ് ആയി. അപ്പോൾ ആ തരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുക. പലർക്കും സോഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ വളരെയധികം സന്തോഷം ലഭിക്കും, സമയവും ഉണ്ട് 50s. അതിൻ്റെ കൂടെ യോഗ ആൻഡ് റിലാക്സേഷൻ എക്സസൈസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 60s കടക്കുമ്പോൾ വെജൈനൽ ഡ്രൈനെസ്, അതായത് ബന്ധപ്പെടുമ്പോൾ വളരെയധികം വേദന, നീറ്റൽ, അങ്ങനെ. സോ അത് ഗൈനക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്താൽ അതിനുള്ള ഓയിൻമെൻറ്റ്സ് തരും, അതിനുള്ള ചെക്കപ്പ് ചെയ്ത് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളത് നോക്കും. ദെൻ 70s അടുത്ത് വരുമ്പോൾ നമുക്ക് ഓർമ്മക്കുറവ്, അൽസൈമേഴ്സ് അങ്ങനത്തെ രോഗങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റും? എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക, വളരെയധികം വായനയിലും സംസാരത്തിലും ആൾക്കാരുമായിട്ട് കൂടുതൽ മിക്സ് ചെയ്യുക, ഇടപെടുക, ബ്രെയിൻ ആക്റ്റീവായിട്ടിരിക്കുക. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഡിമെൻഷ്യയും ആൽസീമേഴ്സും ഒരുപാട് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റും. സോ ഫിസിക്കൽ എക്സസൈസ്, പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്, ഫിസിക്കൽ എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോൾ തലച്ചോറിലോട്ടും രക്തോട്ടം കൂടുകയാണ്. അപ്പോൾ ഈ ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, ആൽസീമേഴ്സ് എന്നുള്ള രോഗങ്ങൾ നമുക്ക് തടയാനും പറ്റും. അത് വരുന്നതിൻ്റെ ഇത് കാലക്രമേണ നമുക്കത് നീട്ടാൻ പറ്റും. ഇപ്പോൾ 70s വരാനുള്ള കാര്യം 80s നമുക്ക് നീട്ടാൻ പറ്റും. സോ നമ്മുടെ സ്ത്രീകളുടെ, ഒരു കുടുംബത്തിലെ സ്ത്രീയുടെ ആരോഗ്യം പൊതുവായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ സമ്പത്താണ്. ഫാമിലി കംപ്ലീറ്റഡായി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ലൈഫ് കഴിഞ്ഞു എന്ന് പറഞ്ഞ് സ്വയം ശ്രദ്ധിക്കാതെ ഇരിക്കുക. കുടുംബത്തിലെ ആൾക്കാരും എല്ലാവരും വീട്ടിലെ സ്ത്രീകളോട് പ്രത്യേകം ശ്രദ്ധയും അവർക്ക് അവരുടേതായിട്ടുള്ള റിക്രിയേഷനും റിലാക്സേഷൻ ആക്ടിവിറ്റിയിലും ഏർപ്പെടാൻ ഒരു സപ്പോർട്ട്, ഇമോഷണൽ സപ്പോർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ 30s, 40s, 50s, 60s ആൻഡ് 70s നമ്മൾ സ്വയം നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ച് അതിനുള്ള അവെയർനെസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എപ്പോഴും ഡോക്ടറെ അപ്രോച്ച് ചെയ്യണം, എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ തന്നെ കാണിക്കുന്ന റെഡ് ഫ്ലാഗ് സിംറ്റംസ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി നമ്മൾ ആരോഗ്യത്തോടെ മുന്നോട്ട് പോകാം. നന്ദി.
Lourdes Hospital, the most trusted brand in healthcare in Kochi, Kerala.